ഹായ് ഹലോ, ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിസംബർ 25 എടുത്ത ഒരു വ്ളോഗാണ് കേട്ടോ ഇത് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത് തലേ ദിവസം ഞാൻ എൻ്റെ കയ്യിൽ മെഹന്തി ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചല്ലോ, ഇതെൻ്റെ കയ്യിലിട്ട ഞാൻ എൻ്റെ വ്ളോഗല്ല, മെഹന്തിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, ചായയൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ. അപ്പോൾ ചായ ഇട്ട് കുടിച്ച സമയത്ത് തന്നെ ചേട്ടൻ കടയിലോട്ട് പോകാണ്ട് നിന്നു കേട്ടോ. ചിക്കനൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു. ബാക്കി ഐറ്റംസൊക്കെ തലേ ദിവസം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ മാത്രം പോയി വാങ്ങിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അപ്പോഴപ്പോഴായിട്ട് കടയിൽ ഓടേണ്ടി വരും. അതുകൊണ്ട് അത് മാത്രം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ രാവിലെ തന്നെ പോയി കേട്ടോ. ആ നേരം കൊണ്ട് നമുക്ക് രാവിലെ കഴിക്കാനായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ തലേ ദിവസം വെച്ച് ബീഫിൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കറിയും ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ കുറച്ച് ബീഫ് വാങ്ങി, നല്ല ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് വാങ്ങി കേട്ടോ. അപ്പോൾ അതും ബീഫ് കറിയും കൂടെ ആയിട്ട് കൂട്ടിയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ രാവിലെ തന്നെ ആഹാരത്തിന് മുന്നേ എനിക്കൊരു ഗുളികയുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കണം. അപ്പോൾ അത് കഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നീട് എന്തെങ്കിലും കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുവരെയും ബാക്കിയുള്ള ജോലിയിലൊക്കെ ഏർപ്പെട്ടു കേട്ടോ. അപ്പോൾ നല്ല കയ്പുണ്ടായിരുന്നു കേട്ടോ ഗുളിക. അതും കഴിച്ചു. പിന്നെ അടുക്കള ആകെ ഒരു കോലമായിട്ട് കിടപ്പുണ്ട്. ഇന്ന് ഒരു സ്പെഷ്യലാണ് കേട്ടോ വെക്കുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ട് വെക്കുന്ന ഒരു സംഭവമാണ്. എന്താവുമെന്ന് അറിയില്ല, എന്തായാലും സൂപ്പറാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തായാലും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടു കേട്ടോ. ബീഫ് കുറച്ചേ ഉണ്ടായിരുന്നു, തലേ ദിവസം കറി വെച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാപ്പി കുടിക്കാൻ അത് മാത്രം തികയത്തില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ടാണ് കറി വെച്ചത്. അപ്പോൾ അത് വെച്ച് പിന്നെ ഞാൻ കാപ്പിയൊക്കെ കുടിക്കാൻ ഇരുന്നു. പിന്നീട് ചേട്ടനും വന്നു കേട്ടോ. ചേട്ടൻ വന്നതിന് ശേഷം ബാക്കി ജോലിയിലോട്ട് ഏർപ്പെട്ടു കേട്ടോ. അത് അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാക്സലല്ല, അത് ഇൻഡക്ഷനിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു പാത്രത്തിൽ വെച്ച് ഇത് ശരിയാകത്തില്ല. അപ്പോൾ ഇതിൽ തന്നെ കിടന്നൊന്ന് പെട്ടെന്ന് വേകുമല്ലോ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. മുമ്പ് സ്നേഹം ഉണ്ടാക്കുന്നത് കണ്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഇതുവരെയ്ക്കും വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താകുമെന്ന് ഒരു പിടുത്തവും ഇല്ല. എന്താവും, എങ്ങനെയാവും, ശരിയാവുമോ എന്നൊക്കെ നല്ല പേടിയുണ്ട്. കാരണം ആദ്യമായിട്ട് വെക്കുന്നതല്ലേ. ഇനിയിപ്പോൾ ഫ്ലോപ്പായി പോയാൽ ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഈ വർഷത്തെ അവസാനത്തൊരു ആഘോഷം കൂടെയാണ്, അതും മിസ്സായി പോകുമല്ലോ എന്നൊരു വിഷമം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന്. ചേട്ടൻ ചിക്കനൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരിടത്ത് ഇരുന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ചേട്ടൻ 2-3 കഷ്ണം കഴിച്ചു. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരെണ്ണം കഴിച്ചപ്പോൾ കൊടുത്തപ്പോൾ വാങ്ങിയില്ല. കാരണം ആകെപ്പാടെ കുറേ ചെറുതേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ കുറേയൊക്കെ ആൾ കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ ഒന്നെന്ന് വെച്ചാൽ മധുരം ഇല്ലായിരുന്നു കേട്ടോ. വലിയ മധുരവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കഴിക്കാൻ കുഴപ്പമില്ല, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും ഞാൻ എന്താണ് വെക്കുന്നതെന്ന്. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. എന്തെന്ന് പറയാൻ, എനിക്ക് സന്തോഷം അടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഉപ്പൊരല്പം കുറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു, അടിപൊളിയായിട്ട് തന്നെ വെച്ച് കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത്രയും നല്ലതായിട്ട് അത് ബിരിയാണി വെക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഞാൻ വെച്ചു, പെട്ടെന്ന് തന്നെ വെച്ചു കേട്ടോ ബിരിയാണി. പിന്നെ കുറച്ച് അരിയും കൂടി ഇരിപ്പുണ്ട്. ന്യൂ ഇയറിന് അല്ലെങ്കിൽ 4-ാം തീയതി ഞായറാഴ്ച വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും അപ്പോൾ വെക്കാം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം വെച്ചു. തൊട്ടടുത്ത് തന്നെ ചിക്കൻ ഫ്രൈയും കൂടെ വെച്ചു കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈയും സലാഡും ഒക്കെ വെച്ചു. പായസം മാത്രം വെച്ചിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ അത്രയും ജോലി കഴിഞ്ഞിട്ടാണ് ഞാൻ പെട്ടെന്ന് പോയി കിടന്നു. എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായില്ല കേട്ടോ. ഞാൻ എൻ്റെ ജോലികളെല്ലാം അരിയുന്നതെല്ലാം ഞാൻ ഇരുന്നാണ് ചെയ്തത്. ബാക്കി നിന്ന് ചെയ്തത് മാത്രമേ നിന്ന് ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഇരുന്നിട്ടാണ് ബാക്കി എല്ലാ ജോലിയും ചെയ്തത്. പിന്നെ കാലിനൊരു വ്യായാമം കൂടെ കൊടുത്തു കേട്ടോ. എങ്കിൽ മാത്രമേ ഇനി ശരിയായിട്ടൊന്നും പറ്റത്തുള്ളൂ. കാരണം നിൽക്കുകയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു കാല്. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പോയി കുളിച്ചു കേട്ടോ. അതാണ് എൻ്റെ ഡ്രസ്സ്. ഒരു പാൻറ്റും ഒരു ടീഷർട്ടുമാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ കൊണ്ടുവരുന്ന ഒരു ആൻറ്റി ഉണ്ട് കേട്ടോ. ആ ആൻറ്റിയുടെ കയ്യിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, മുട്ട പുഴുങ്ങിയത്, പപ്പടം, സലാഡ്, ഇത്രയും കൂട്ടി കഴിച്ചു കേട്ടോ. പിന്നെ അല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈനാപ്പിൾ ഒരു കഷ്ണം കൂടെ മുറിച്ചും കൂടെ വെച്ചു കേട്ടോ. പിന്നെ സുഖമായിട്ട് പോയി ഒരു ഉറക്കവും കൂടെ ഒന്ന് പാസ്സാക്കി. കാരണം നല്ല കാലുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ആ മരുന്നൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങി. പിന്നീട് കുളിച്ച ശേഷം എനിക്ക് തനിയെ ഇപ്പോൾ
ക്യൂടെക്സ് ഇടാൻ പറ്റത്തില്ല, കാല് മടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചേട്ടൻ എനിക്ക് ക്യൂടെക്സ് ഒക്കെ ഇട്ട് തന്നു. പിന്നീട് ഞങ്ങളിതാ ഇന്ന് കുടുംബശ്രീ ഉണ്ട്, കുടുംബശ്രീയിലും ക്രിസ്മസ് ആഘോഷമാണ്. ഞാൻ ഈ വാഴയിലയും കൊണ്ടുപോകുന്നത് എന്തിനാണ് നിങ്ങൾക്ക് വഴിയെ പതുക്കെ പറഞ്ഞുതരാം. ഇതും കൊണ്ടാണ് ഞാൻ ബീനയുടെ വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. വലിയൊരു വാഴയിലയും കൊണ്ടാണ് പോയത്. നല്ല പാടായിരുന്നു കേട്ടോ അങ്ങ് വരെ എത്തിക്കാനായിട്ട്. പിന്നെ കുടുംബശ്രീയിൽ എല്ലാവരും വന്നിരിപ്പുണ്ട്. ഞങ്ങൾക്കിന്ന് കുടുംബശ്രീയിൽ ഉണ്ണിക്കുറി, നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്ത് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കൂലേ, അതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പേരനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരായിട്ട് വിളിച്ചത്. അപ്പോൾ സ്വാതിയാണ് തുണ്ടെല്ലാം എഴുതിയിട്ട് ഓരോന്നായിട്ട് ഇട്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ പേരിങ്ങനെ വിളിച്ച് ഓരോന്നൊക്കെ കൊടുത്തു. എൻ്റെത് ഞാൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് എൻ്റെ ഫോട്ടോ ആയിട്ട് വെച്ചിരിക്കാൻ കേട്ടോ. അപ്പോൾ ലളിത ആൻറ്റിക്ക് സ്നേഹയുടെ പേരാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷവും സ്നേഹയുടെ പേര് തന്നെയാണ് ലളിത ആൻറ്റിക്ക് കിട്ടിയത് കേട്ടോ. ആ ഒരു സ്നേഹമാണ് സ്നേഹ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറി കേട്ടോ. എല്ലാവർക്കും പാത്രങ്ങളായിരുന്നു കേട്ടോ കിട്ടുക. എല്ലാവരും നല്ല അടിപൊളി പാത്രങ്ങൾ, ടീ സെറ്റുകൾ അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ വാങ്ങിയത്. കഴിഞ്ഞ വർഷം നമ്മൾ നല്ല ഫാൻസി സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് വാങ്ങിച്ചു. പിന്നെ 1-2 പേര് വന്നില്ല, അങ്ങനെയൊക്കെ പ്രശ്നമായതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് തന്നെ ഒരു തുണ്ടൊക്കെ ഇട്ട് അന്ന് തന്നെ ഗിഫ്റ്റ് കൊടുക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ആർക്കാണ് എന്തെന്ന് നോക്കണ്ട, എല്ലാവർക്കും ഒരേപോലത്തെ ഗിഫ്റ്റ് വാങ്ങിച്ചും കൊടുക്കാമല്ലോ. അങ്ങനെ കരുതിയിട്ട് എല്ലാവരും ഗിഫ്റ്റൊക്കെ വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷമായിട്ട് കൈമാറി. എല്ലാവരും ഒക്കെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്ന ഒരു പ്രത്യേക സ്നേഹവും സുഖവും ഒക്കെ തന്നെയാണല്ലേ. അപ്പോൾ അത് അനുഭവിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ കുടുംബശ്രീയിൽ കുറേ വർഷങ്ങളായിട്ട് ഇതുപോലെയൊക്കെ ആഘോഷിക്കുന്നുണ്ട്. ഓണം ആഘോഷിക്കാറുണ്ട്, ക്രിസ്മസും ആഘോഷിക്കാറുണ്ട്. വേറെ വലിയ ആഘോഷമൊന്നുമില്ല. പിന്നെ നമ്മുടെ വാർഷികം വരുമ്പോൾ നമ്മുടെ വാർഷികം ആഘോഷിക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് കേട്ടോ. അപ്പോൾ നമുക്ക് 2-3 പേർക്ക് ഒരേപോലത്തെ ഗിഫ്റ്റ് കിട്ടി. വീനയ്ക്ക് ഒരു സ്ലൈഡൊക്കെ കിട്ടി കേട്ടോ. അതൊക്കെ വാങ്ങി നോക്കുവാണ്. ഇതേപോലത്തെ പാത്രം എനിക്ക് കിട്ടിയത് സ്വാതിയുടെ പേര് എനിക്ക് കിട്ടിയത് ഷീബ എന്ന് പറഞ്ഞ നമ്മുടെ കമ്മിറ്റിയിലെ ഒരാളാണ്. ഞാൻ അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുത്തത്. പിന്നെ എനിക്ക് ഗിഫ്റ്റ് തന്നത് സ്വാതിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കാണുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്ന ശേഷം നമ്മൾ കേക്ക് മുറിച്ചു. അപ്പോൾ നമ്മൾ മിക്ക വീഡിയോയിലും കാണുന്നുണ്ട് ഞാനും ബീനയും തന്നെ കേക്ക് മുറിക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഒരു ഇത് വേണ്ടല്ലോ. അപ്പോൾ ബീനയുടെ കമ്മിറ്റിയിലെ പ്രസിഡൻറ്റ്, ഞാൻ സെക്രട്ടറിയാണ് കേട്ടോ നമ്മുടെ കമ്മിറ്റിയിൽ. അപ്പോൾ 2 കേക്ക് വാങ്ങിയായിരുന്നു. ഒന്ന് റെഡ് വെൽവെറ്റും ഒന്ന് ബബിൾസിൻ്റെ ഒരു കേക്കുമാണ് കേട്ടോ. നിറയെ മറ്റേ ക്രീമും നട്ട്സും ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി കേക്കായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ 2 പേരും കേക്കൊക്കെ മുറിച്ചു. തൊട്ടടുത്ത് കല്ലൂസാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ അവർക്കും കൊടുത്തു. എല്ലാവർക്കും മുറിച്ച് കൊടുത്തു കേട്ടോ. നല്ല പീസായിട്ട് തന്നെ എല്ലാവർക്കും നല്ലതായിട്ട് കഴിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. സ്നേഹ എടുത്ത് വെച്ചിരുന്ന സ്നേഹയുടെ അനിയൻ്റെ കുഞ്ഞാണ് കേട്ടോ. അവരന്നവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. ഇതുപോലെ കേക്ക് എല്ലാവർക്കും എണ്ണി തന്നെയാണ് എടുത്തിട്ട് എല്ലാവർക്കും അതേപോലെ ഓരോരോ പീസ് കൊടുത്തു. പിന്നെ അതിൽ തന്നെ വേറെ പീസും എക്സ്ട്രയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ കേക്ക് എല്ലാം കഴിച്ചു. നല്ല ഒരു ആഘോഷപരമായിട്ട് തന്നെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. റെഡ് വെൽവെറ്റ് ആദ്യം കഴിച്ചതിന് ശേഷമാണ് ഇത് രണ്ടാമത് എടുത്ത് കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെയും ഇത് കാണുമ്പോൾ പിന്നെയും കഴിക്കാനായിട്ട് ഒരു ആഗ്രഹം തോന്നി കേട്ടോ. എന്തായാലും പാവ എബിക്ക് ഇപ്രാവശ്യം കേക്ക് പള്ളിയിൽ നിന്ന് മാത്രമേ കിട്ടിയുള്ളൂ. ഞങ്ങൾ വാങ്ങിയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ന്യൂ ഇയറിന് ഒരു കേക്ക് വാങ്ങി കൊടുക്കണമെന്നുണ്ട് കേട്ടോ. പാവ ഇത് കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി, അവന് കേക്ക് കിട്ടിയില്ലല്ലോ. പിന്നെ നേരത്തെ ഞാനൊരു വാഴയില കൊണ്ടുവന്ന എന്താണെന്ന് മനസ്സിലായോ? ഞങ്ങളെല്ലാവരും കൂടെ ബിരിയാണി, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ബിരിയാണി കൊണ്ടുപോയി അശ്വനി ബിരിയാണിയാണ് വെച്ചത്, അവളും കൊണ്ടുവന്നു. അപ്പം അവൾ ബിരിയാണി എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ സാറിന് ചോറാണ് വെച്ചത്. പിന്നെ സ്നേഹയും ബിരിയാണി വെച്ചിട്ട്. അപ്പം ഞങ്ങൾ 3 പേരും കൊണ്ടുപോയി ബിരിയാണിയും കറികളും എല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ കഴിച്ചു. പിന്നെ സ്നേഹ കുറേ നാളായിട്ട് വെച്ചിരുന്ന വൈനാണ് കേട്ടോ. അവൾ തനിയെ ഉണ്ടാക്കിയ വൈനാണ്. നല്ല ഒരു എരിവും പുളിയും മധുരം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും പറയാൻ വയ്യ, അത്ര ഇതായിരുന്നു. ഇത് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഇലയുടെ ഒരു അവസ്ഥയാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഫ്രണ്ട്സ് ഇരിക്കുമ്പോൾ അങ്ങനെയല്ലേ. കുറേ നേരം കഴിഞ്ഞ് ചേട്ടൻ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ചേട്ടനും വന്നപ്പോൾ ചേട്ടനും കൂടെ ഒരു ഗ്ലാസ് കൊടുത്തു. ഞാൻ കുടിച്ചതിൻ്റെ ബാക്കി കുടിച്ചു. പിന്നെ 2 ഗ്ലാസും കൂടെ ചേട്ടൻ എടുത്ത് കുടിച്ചായിരുന്നു കേട്ടോ. പിന്നെ നേരത്തെ വിളിക്കാത്തതിന് എന്തൊക്കെയാണ് പറ്റിയ 2 പേരുടെ ഭയങ്കര സംസാരമൊക്കെ ആയിരുന്നു. 2 ഗ്ലാസ് ഒരുമിച്ച് എടുത്ത് കുടിച്ചു. പിന്നെ ഞാൻ കുടിച്ചതിൻ്റെ ബാക്കി അവിടെ ഇരിപ്പുണ്ടെന്ന് അതൊക്കെ എടുത്ത് കുടിച്ചു. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ അതൊക്കെ എടുത്ത് കുടിച്ചു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ക്രിസ്മസിൻ്റെ ഡ്രസ്സ് കേട്ടോ. ക്രിസ്മസിന് വേണ്ടിയിട്ട് ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു വൈറ്റും കൂടെ ഞാൻ വാങ്ങിയായിരുന്നു, ഓൺലൈനിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. എബിയുടെ ഫോട്ടോയൊന്നും എടുത്തില്ല, അവന് പ്രത്യേകിച്ച് ഫോട്ടോ എടുക്കാനൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റും ഞാൻ കൊടുത്ത ഗിഫ്റ്റും കേട്ടോ. അപ്പം ഞാൻ കൊടുത്തതിനകത്ത് ഒരു പാത്രം ഉണ്ടായിരുന്നു, പിന്നെ ഒരു സ്ലൈഡ്, ഒരു സ്പ്രേ, പിന്നീട് വേറെ ഒന്ന് പേഴ്സ്, അങ്ങനെ 2-3 സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുകയും ചെയ്തു.